ഹലോ നമസ്കാരം. അങ്ങനെ അമേരിക്കയിലെ രണ്ടാം ഘട്ട യാത്രകൾ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ നാട്ടിൽ വന്നിട്ട് ഫസ്റ്റത്തെ സാറ്റർഡേയാണ്. അപ്പോൾ നമ്മളിന്ന് പെൻസിൽവാനിയ ലക്ഷ്യം വെച്ചാണ് പോകുന്നത്. കുറേ നാളായില്ല ഇവിടുത്തെ പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. പോരാത്തതിന് ഇനിയിപ്പോൾ അതേ വിൻ്ററൊക്കെ അടുക്കാറായി. അപ്പോൾ ഇവിടുത്തെ പച്ചപ്പൊക്കെ പോകും. ഇനിയിപ്പോൾ മഞ്ഞും തണുപ്പൊക്കെ ആവും മൊത്തത്തിൽ. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്ന് പോയിട്ട് വരാം. കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഡെയിലി യാത്ര പോകാറുണ്ടോ എന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളിവിടെ ആഴ്ചയിൽ ശനി ഞായർ ദിവസങ്ങളിലൊക്കെയാണ് പുറത്ത് പോകുന്നത്. ഇട ദിവസം അല്ലെങ്കിൽ എങ്ങനെയാണ് പുറത്ത് പോവുക? ഹസ്ബൻഡിന് ജോലിക്ക് പോകണം, പിള്ളേർക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിലൊന്നും നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ശനി ഞായർ ദിവസങ്ങളൊക്കെ ഇങ്ങനത്തെ യാത്രകളൊക്കെ പോകും. അല്ലെങ്കിൽ എങ്ങനെയാണ് ആകെ ബോറാവൂലേ? ഇവിടുത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയല്ലേ, ഈ പുറത്തൊക്കെ പോവുക, കാഴ്ചകൾ കാണുക, ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെയല്ലേ. കഴിഞ്ഞ ഈ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാമല്ലേ. പറഞ്ഞ് എത്ര എണ്ണമൊക്കെ പോയെന്നൊന്നും നമുക്ക് സ്ഥിരമായിട്ട് അങ്ങനെ പറയാൻ എണ്ണമൊന്നും എനിക്കറിയില്ല. കുറേ യാത്രകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക കേട്ടോ. ഇവിടുത്തെ ഒരുപാട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്, നല്ല അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കാണുക. എന്തൊക്കെ ടൈപ്പ് കാഴ്ച വേണം? പച്ചപ്പ് കാണണോ, സിറ്റി കാണണോ, ഇനി ഫാം വിസിറ്റ് കാണണോ, ബീച്ച് കാണണോ, എല്ലാ ടൈപ്പും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ കാണാം അല്ലേ. പിന്നെ നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ പോകാം. ഇന്ന് ചെറുതായിട്ടൊരു മഴ ലക്ഷണം. നമ്മൾ പുറത്തേക്ക് പോകണമെന്ന് അറിഞ്ഞിട്ട് മഴ പെയ്യണാണോ എന്നറിയില്ല. അയ്യോ, അവിടെ ഒരു പട്ടിക്കുട്ടിയുടെ ഡ്രസ്സ് കണ്ടോ? അടിപൊളി. ഒരു ഫാമിലി ഒരു പട്ടിക്കുട്ടീനായിട്ട് വന്ന് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇടിച്ച് കാണിച്ചിടേ. എൻ്റെ ബാക്കിൽ അറ്റത്ത് കൂടി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എന്തായാലും ഞാൻ നീങ്ങി നടക്കട്ടെ, എനിക്ക് പേടിയാണ് ഈ പട്ടിക്കുട്ടീനെ. എന്തായാലും നമ്മൾ പോകുന്ന സ്ഥലത്ത് മഴയൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കണ്. ഇപ്പം മഴയാണെങ്കിൽ തന്നെ കുഴപ്പമില്ല, അല്ലെങ്കിൽ വണ്ടിയിലിരുന്ന് തന്നെ കാഴ്ചയൊക്കെ കാണാം. എന്തായാലും നമുക്ക് പോകാം കേട്ടോ. എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക, ഏതൊക്കെ സ്പോട്ടിലാണ് പോകണൊക്കെ ഞാൻ വഴിയെ പറയാം. പെട്ടെന്ന് എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ രസം. അയ്യോ, അതിന് ഡ്രസ്സ് ഇടിച്ചേക്കണല്ല കേട്ടോ, അതിനെ ഞാൻ കാണിച്ചത് കണ്ടില്ലേ? ഡ്രസ്സല്ല, അതിന് വേറെ എന്തോ ഒരു ഇത് മുഖത്തൊരു ക്യാപ്പ് പോലെ ഇടിച്ചേക്കണം. എന്നെ കണ്ടിട്ട് പട്ടി ഉണ്ണിച്ച് നോക്കണം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ ആകെ ഒരു കൺഫ്യൂഷൻ ആവും. കാരണം വെച്ചാൽ ഇവിടുത്തെ സ്ഥലങ്ങളുടെയൊക്കെ പേര് കേൾക്കുമ്പോഴേ ഒരു പിടിയും കിട്ടൂല. എന്തായാലും ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പറയാം ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ. അമേരിക്കയിൽ ഏകദേശം 50 സ്റ്റേറ്റുകളോളം ഉണ്ട്. അതിലൊരു 10 സ്റ്റേറ്റിലും ഇത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, പല പല യാത്രകളിലായിട്ടും. പിന്നെ അങ്ങനെ ടച്ച് ചെയ്തിട്ടാണെങ്കിൽ പോലും നമ്മൾ ഇത്രയും സ്റ്റേറ്റുകൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വീഡിയോസുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ പോകുന്നത് പെൻസിൽവാനിയ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലേക്കാണ്. അതായത് ന്യൂജേഴ്സിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്റ്റേറ്റാണിത്. ആ നേരത്തെ കണ്ടൊരു പാലം കണ്ടില്ലേ, ആ പാലം ഉണ്ടോ ഈ ഒരു സ്റ്റേറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കണത്. ഇപ്പം നമ്മൾ ആ ഒരു പാലമൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ പെൻസിൽവാനിയ സ്റ്റേറ്റിലേക്ക് കടന്നിട്ടുണ്ട്. പെൻസിൽവാനിയ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമുണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഏകദേശം നമ്മുടെ നാട്ടിലെ ആ ഒരു ഇടുക്കിയൊക്കെ പോലെ ഇരിക്കും. അങ്ങനെയല്ല കേട്ടോ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു സ്റ്റേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ, എന്ത് രസമാണെന്ന് പറഞ്ഞാൽ കാണാൻ. മൊത്തത്തിൽ എല്ലായിടത്തും വീടുകളൊക്കെ ഈ അമേരിക്കയിൽ ഒരേപോലെയാണ്. എത്ര കണ്ടാലും മതിയാവില്ല, എങ്കിൽ പോലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ ഒരുപാട് കുന്നും ചെരിവുകളും കാടും മലയൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റിൽ കാണാൻ സാധിക്കും.
ഇത് കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ ചെറിയൊരു പുഴ ഒഴുകി പോകണുണ്ടോ. ഇവിടെ നോക്കിയാലും ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ഒരുപാട് വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും എല്ലായിടത്തും ഉണ്ടാവും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ. കാരണം വെച്ചാൽ ഈ വീക്കെൻഡിലൊക്കെ ഇവിടെ ഉള്ള എല്ലാവരും ഇത്തരം ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഫാമിലി ആയിട്ടും ഒക്കെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കുറച്ച് ദൂരെ യാത്രയാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടു പോകാമല്ലോ. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. കുറേ നാളായില്ലേ ഇതൊക്കെ കണ്ടിട്ട്, നാട്ടിലായിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ റൈറ്റ് സൈഡിലായിട്ട് നേരെ നിങ്ങൾ കാണണം നോക്കിക്കേണ്ടത്, ഇത് ഇവിടുത്തെ ഒരു സെമിത്തേരിയാണ് കേട്ടോ. അതായത് വിജനമായ വഴികളിലും അല്ലാതെ തിങ്ങിപ്പാർത്ത് കിടക്കുന്ന വീടുകൾക്കിടയിലൊക്കെ നമുക്കിവിടെ സെമിത്തേരി കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമുണ്ടാകും ഇവിടുത്തെ സെമിത്തേരികളൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ റോഡ് സൈഡിൽ നമുക്ക് കാണണത്. അങ്ങനെ നമ്മുടെ യാത്രക്കിടയിൽ ഇതേ ഇപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയൊക്കെയാണ്. റോഡ് സൈഡിൽ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വണ്ടി നിർത്തിയേക്കണം. അപ്പം നമ്മളിന്ന് പതിവിന് വിപരീതമായിട്ട് പുറത്തിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. എപ്പോഴും നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തല്ലേ ഇരിക്കാറ്. ഇത്തവണ കാഴ്ചയൊക്കെ കണ്ട് പുറത്ത് അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാനൊരു പ്രത്യേക വൈബ് തന്നെയാണല്ലോ. അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റത്തെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇതെന്താണ് സംഗതി എന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് എനിക്കത്ര വ്യക്തമല്ല കേട്ടോ. ഒരു ചിക്കൻ ഡിഷാണ്. എന്താ പറയുക, ഒരു പിസയുടെ ടേസ്റ്റൊക്കെ പോലെ ഇരിക്കും ഇത്. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായി. രണ്ടാമത് നമ്മളിതേ ഒരു ചീസി ഫ്രൈസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ബീഫ് ഇട്ടിട്ടുണ്ട്, അതും കൊള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ പെൻസിൽവാനിയയിലെ ആമിഷ് വില്ലേജ് എന്ന് പറഞ്ഞൊരു ഏരിയ കൂടിയാണ് കേട്ടോ പോണത്. അപ്പോൾ ആ നേരെ കാണുന്ന കുതിരവണ്ടി കണ്ടില്ലേ, അത് ആമിഷുകാരുടെ ഒരു വാഹനമാണ്. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരായിരിക്കും എന്താണ് ഈ ആമിഷുകാരെന്ന്. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ആമിഷുകാർ. എന്തായാലും വീഡിയോ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലിറ്റിറ്റ്സ് എന്നൊരു ചെറിയൊരു പട്ടണത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയേക്കണത്. അമേരിക്കയിലെ ഏറ്റവും ചെറിയ മനോഹരമായിട്ടുള്ളൊരു ടൗൺ എന്നാണ് ഈ ഒരു പട്ടണത്തിന് അറിയപ്പെടണത്. അത്രക്ക് മനോഹരമാണ് കേട്ടോ. അതെന്താ കാരണം എന്ന് വെച്ചാൽ വളരെ പുരാതനമായിട്ടുള്ള കൊറോണിയൽ രീതിയിലുള്ള ബിൽഡിങ്ങുകളുണ്ട് ഇവിടെ. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ സ്ഥലത്തിൽ ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റൂല എങ്കിൽ പോലും ഈ കാണുന്ന വണ്ടിയിൽ ഇരുന്നിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കുറച്ച് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്ക് ഉണ്ട്. അങ്ങോട്ട് ലക്ഷ്യം വെച്ചാണ്ടോ നമ്മൾ പോണേ. ദേ ആമിഷുകാർ പോണ കണ്ടില്ലേ കുതിരവണ്ടിയിൽ. നമ്മളങ്ങനെ ആ പാർക്കിലേക്കാണ് ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത്. ഫ്രീ എൻട്രി ആണ് ഇതിൻ്റെ അകത്ത് കിടക്കാനായിട്ട്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാർക്കാണ്. പക്ഷേ അത്ര അട്രാക്റ്റീവായിട്ട് എന്തുട്ടാ കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്തായാലും നമ്മളിവിടം വരെ വന്ന് ശരിക്കും ആ പാർക്കിലും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. ഇവിടെ വന്നിട്ടേ ഫസ്റ്റ് തന്നെ കണ്ടത് താറാവുകളെയാണ്. കാണിച്ചു തരാട്ടെ, എന്തോരം താറാവാണ് നോക്ക്. താറാവിനെ കണ്ടതിന് എന്തിനെത്ര അതിശയം എന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് നോക്കിക്കണ്ടേ, ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അതിശയം തോന്നാതിരിക്കും? എത്ര എണ്ണോന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. അതിന് മാത്രം താറാവുകളാണ് ഈ വെള്ളത്തിലുള്ളത്. ഇങ്ങനെ ചെറിയൊരു പുഴയെന്ന് വരുന്ന വെള്ളമുണ്ട്, ഇങ്ങനെ തോട് പോലെയാണ്. അപ്പോൾ ഈ ഒരു പാർക്ക് ഇങ്ങനെ മൊത്തത്തിലായിട്ട് ഇങ്ങനെ നീളത്തിലാണ് ഈ ഒരു തോട് വന്നേക്കണം. അതെന്ത് ക്ലീൻ വാട്ടറാണെന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ നീന്തി തുടിക്കണതാണ് നമുക്ക് കാണാൻ സാധിക്കണം. നമുക്കിതിന് വേണമെങ്കിൽ ഫീഡ് ചെയ്യാം. അതിന് വേണ്ട ഫുഡുകളൊക്കെ അവരിങ്ങനെ അവിടെ ബോക്സിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളതിലിങ്ങനെ കോയിൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് വരും, എന്നിട്ട് നമുക്ക് അതിനെ ഫീഡ് ചെയ്യാം. പിന്നെ നമ്മുടേതായ കയ്യിലുള്ള ഫുഡുകളൊന്നും അങ്ങനെ കൊടുക്കാൻ പാടില്ല. പക്ഷെ ചില ഫുഡുകളൊക്കെ ഉണ്ട്, അതായത് ഈ മുന്തിരി അങ്ങനത്തെ ചില ഐറ്റംസുകളൊക്കെ നമുക്ക് കൊടുക്കാം. അതിൻ്റെ ബോർഡൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നോക്കിക്കേണ്ട എന്തോരം ആളുകൾ അതിനെ ഫീഡ് ചെയ്യണേന്ന്. വെള്ളത്തിപ്പ് ചാടും ഇനി അങ്ങനെ പോകും. മര്യാദക്ക് ഇരിക്കല്ലേ അത്. അയ്യോ അതിന് ചിരി. ഒരെണ്ണത്തിനൊന്ന് തൊടാന്ന് വിചാരിച്ചിട്ട് ഒരു പിടിയും തന്നില്ല. നമ്മൾ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് പറന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിട്ടാ. അതിനെങ്ങനെ തൊട്ടടുത്ത് കാണാനൊക്കെ പറ്റിയല്ലോ. പിന്നെ അതിങ്ങനെ നീന്തി നടക്കണ കാണാൻ നല്ല രസമാണ്. ഇതിങ്ങനെ ഒരുപാടുണ്ടെന്നേ, നമുക്കിങ്ങനെ നടന്ന് ഇങ്ങനെ പോകാം. ഫുള്ള് അറ്റം വരെയാണ് ഈ ഒരു തോട് വരുന്നത്. എന്തോരം താറാവാണല്ലേ, രക്ഷയിലാണ്. കുറേ ഉണ്ട് പറക്കണ്, പറന്നപ്പുറത്തെ ആടണം. ഇനി
പാർക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ 7 ഏക്കറിലുള്ള ഒരു പബ്ലിക് പാർക്കാണിത്. വളരെ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർക്കൊന്നുമല്ല എങ്കിൽ പോലും ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ വീക്കെൻഡിലൊക്കെ വരാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പാർക്ക്. അതായത് ഫാമിലി ആയിട്ടും പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അവർക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് പ്ലേ ഏരിയാസ് ഒക്കെ ഉണ്ട് ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിലായിട്ട്. പിന്നെ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊക്കെ കഴിക്കാനും പിന്നെ ചെറിയ ചെറിയ ഫങ്ഷൻസുകളൊക്കെ നടത്താനുള്ള ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ ഈ ഒരു പാർക്കിൻ്റെ അകത്തായിട്ടുണ്ട്. മിക്ക പിള്ളേരും ഈ താറാവ് കുഞ്ഞുങ്ങളെ പിടിക്കാൻ നടക്കുകയാണ്. ഫുഡ് കൊടുത്തിട്ട് ഇങ്ങനെ വശീകരിച്ച് താറാവ് അടുത്തേക്ക് വരുമ്പോഴത്തേനും താറാവിനെ ഒറ്റപ്പിടുത്തം. അതാണ് ഇവിടുത്തെ പിള്ളേർ ചെയ്യണത്. പക്ഷേ താറാവ് അതിലും വലിയ വിരുദ്ധനാണ്. താറാവാണെങ്കിൽ ഒറ്റ ചാട്ടമാണ് വെള്ളത്തിലേക്ക്. ഞങ്ങളങ്ങനെ കുറേ നേരം നടന്നതേ ഇപ്പോൾ അവിടെ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്നിട്ടാ. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ വീണ്ടും നടപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ പാർക്കുകളും ചെന്നാൽ കാണാൻ സാധിക്കും വളരെ രസകരമായിട്ടുള്ള ഇങ്ങനെ പല പല കായകൾ. ഞാൻ പല വീഡിയോകളും നിങ്ങളെ കാണിച്ചിട്ടില്ലേ. നമ്മൾക്ക് കാണുമ്പോൾ നല്ല രസം തോന്നുമല്ലോ. ഇത് ശരിക്കും നോക്കുമ്പോൾ എന്തോ സ്ട്രോബെറി ഒക്കെ പോലെയില്ലേ. നോക്കിക്കണ്ടേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു സാധനം ഇതിങ്ങനെ വലിച്ചിങ്ങനെ പുഴു പോലെ ആക്കൂലേ. ഇത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംമാതിരി ഇല്ലേ. നമ്മൾ പണ്ടൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഇതിങ്ങനെ ചെയ്യണതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അങ്ങനെ ചെയ്തേക്കണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇത് എന്താണെന്ന് പോലും അറിയണ്ടാവില്ലായിരിക്കും. നമ്മളങ്ങനെ ഒരുപാട് നേരം ആ പാർക്കിലൂടെയൊക്കെ നടന്നു. അപ്പോൾ അതേ അവിടെ ഇങ്ങനെ ഒരു മരത്തേൽ ഇങ്ങനെ വെച്ചേക്കണ കണ്ടില്ലേ, ഈ ഒരു താറാവിനെ കൊടുക്കണ ഫുഡിനെ കുറിച്ചിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മുന്തിരി ഇങ്ങനെ കഷ്ണങ്ങളാക്കി കൊടുക്കാമെന്ന് അതിൽ എഴുതി വെച്ചേനാണ്ടപ്പോഴേ നമ്മുടെ വണ്ടിയിൽ കുറച്ച് മുന്തിരി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് കൊണ്ടുവന്ന് കട്ട് ചെയ്തതേ പിള്ളേർ താറാവ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമാണ് ഈ കാണുന്നത്. അത് കൊടുക്കണപ്പോഴത്തേനും എല്ലാണ്ടും കൂടി ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ കേട്ടോ. പിള്ളേർക്കാണെങ്കിൽ അതിൻ്റെ അടുത്തുനിന്ന് പോരാനേ തോന്നണില്ല. രണ്ടുപേരും മത്സരിച്ചാണ് അതിന് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മളിതേ പ്ലേ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കുട്ടികളെ ആയിട്ട് ഇങ്ങനെ പേരൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വീക്കെൻഡിലൊക്കെ ഇങ്ങനെ പാർക്കുകളിലൊക്കെ ഇവർ ഇങ്ങനെ പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ വരുമല്ലോ. പാത്തുവാണെങ്കിൽ മത്സരിച്ചാണ് ഓരോന്നിലും കയറണത്. എല്ലാ പാർക്കിലും കാണുന്ന അതേ ഐറ്റംസുകളൊക്കെ തന്നെയാണ് ഇവിടെ. എങ്കിലും ഇങ്ങനെ പിള്ളേർ ഇങ്ങനെ ഒരു കൂടിയിരുന്ന് കളിക്കണാകുമ്പോൾ അവർക്കും ഒരു ഇതാണല്ലോ. നമ്മളങ്ങനെ കുറേ നേരം അതൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബീച്ചിലൊക്കെ ഇരുന്ന് മണൽ വെച്ചിട്ട് ഇങ്ങനെ കുമ്പാരം പോലെയൊക്കെ ഉണ്ടാക്കൂലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ കണ്ടില്ലേ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ ഇരുന്നാണ് കൂടുതലും കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അത് അതിനായിട്ട് മാത്രമായിട്ട് അവരിങ്ങനെ ഒരു റൗണ്ട് പോലെ കെട്ടിയിട്ട് ഇങ്ങനെ മണൽ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ പിള്ളേർക്ക് അതൊക്കെ വെച്ച് ഇങ്ങനെ കളിക്കാമല്ലോ. എന്തോരം പിള്ളേരാണെന്ന് പറഞ്ഞാൽ പല പല ഷേപ്പിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ പാത്തും അത് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ കളിച്ചു. എപ്പോഴാണെന്ന് അറിഞ്ഞാൽ അവിടെ നിന്ന് പോയത്. ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അടുത്തത് കാണുമ്പോൾ പിന്നെ അതായി അതുമ്പോൾ കയറണമെന്നും പറഞ്ഞ് അങ്ങനെ സമയം പോണതേ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലും ഉണ്ട് ഇതുമാതിരത്തെ കുഞ്ഞു കുഞ്ഞു പാർക്കുകളൊക്കെ. നമ്മളങ്ങനെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം ഏകദേശം രാത്രിയായി തുടങ്ങി. തിരിച്ച് കുറേ യാത്രയുണ്ടല്ലോ. പാത്തു എന്തായാലും കുറേ നേരം എൻജോയ് ചെയ്തു. ഇവിടെ എന്തോരം ആൾക്കാരാണ് ഇപ്പോഴും. അതിൻ്റെ അകത്തൊക്കെ ആൾക്കാർ കുറേ ഫാമിലി മീറ്റായിട്ട് കുറേ ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്ന് കഴിക്കാനുണ്ട്. കുറേ ഉണ്ടെന്നേ. വലിയ പാർക്കാണത്. നടക്കാനാണെങ്കിൽ ഇഷ്ടമാതിരി ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് ഈ കുഞ്ഞു കുഞ്ഞു മരത്തിൻ്റെ പാലങ്ങൾ അതുപോലെ തന്നെ ഗാർഡൻസ് അങ്ങനെ 7 ഏക്കറിൽ ഫുള്ള് നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. പക്ഷേ നമുക്കെല്ലാം അങ്ങനെ കവർ ചെയ്ത് ഒന്നും ചെയ്തൊന്നുമില്ല. അത്യാവശ്യം ഈ ഒരു താറാവ് കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ പിന്നെ അവിടെയായി ഫുൾ ടൈമും. ഇത് നോക്കിക്കണ്ടേ എല്ലാ താറാവും ഇങ്ങനെ അരികിൽ സൈഡിൽ നിൽക്കണണ്ടില്ലേ. രാത്രി ആയപ്പോഴത്തേനും എനിക്ക് തോന്നണം അതിന് രാത്രിയായെന്ന് മനസ്സിലായി കാണണം. അങ്ങനെ ദേ നമ്മുടെ യാത്ര തിരിച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നമുക്കിനി ഡിന്നർ കഴിക്കണം. നമ്മൾ ഹൈവേ കൂടിയാണ് തിരിച്ചു പോണത്. കാരണം പെട്ടെന്ന് എത്തണ്ടേ. നമ്മളിപ്പോൾ അതേ ടാക്കോ ബെല്ലിലാണ് കേട്ടോ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നേക്കണത്. ഈ ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ ഹൈദരാബാദിൽ ഒരു മാളിൽ പോയപ്പോൾ കണ്ടായിരുന്നില്ലേ. ഞാനപ്പോൾ പറഞ്ഞില്ലേ ഇത് അമേരിക്കയിലും ഉണ്ടെന്ന്.
നമ്മളപ്പോൾ ഇതേ ഒരു ഷവർമയും പിന്നെ അതുപോലെ തന്നെ ഒരു ബൗളും ആണ് കേട്ടോ വാങ്ങിയത്. ഇതിൽ ചിക്കനും റൈസും വെജിറ്റബിളൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫുഡായിരുന്നു. നല്ല ഫുഡായിരുന്നു. നമ്മളങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു യാത്രാ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയ വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.